ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മലയാളത്തിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ളത് ഗ്രാമർ പോർഷൻസ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഗ്രാമറാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. അപ്പം ഗ്രാമറിൽ ഞാൻ പൊതുവിലൊന്ന് പറഞ്ഞു പോവാണ്. എന്നിട്ട് നമുക്ക് ഇന്ന് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസിനും ഒന്ന് ചർച്ച ചെയ്ത് പോവാം. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാമർ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വെച്ചാൽ സന്ധികൾ. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സന്ധികള്, സമാസങ്ങള്, വിഭക്തി പ്രത്യയങ്ങള്, പ്രകാരം, നാമം എന്നിങ്ങനെ തുടങ്ങുന്ന വളരെ പ്രാധാന്യമറിക്കുന്ന വിഭാഗങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചാൻസ് ഉള്ള മറ്റ് ചില ഭാഗങ്ങളാണ്. ഹലോ കുട്ടികളെ, മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? നമ്മുടെ പര്യായ പദങ്ങൾ ചോദിക്കാം, പിന്നെ അല്ലെ പര്യായ പദങ്ങൾ ചോദിക്കാം, തൂലികാ നാമങ്ങൾ വരാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗങ്ങൾ നമ്മുടെ മലയാള പെഡഗോജിയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാം. ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പെഡഗോജി പാർട്ടിൽ നിന്ന്, അതായത് നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന പെഡഗോജിയുടെ അകത്ത് നിന്നുള്ള ഭാഗത്ത് മലയാളം പെഡഗോജിയുടെ അകത്തു നിന്നും നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഏകദേശം സൈക്കോളജിയിൽ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് വലിയ പ്രശ്നം സംഭവിക്കുന്നില്ല. അപ്പൊ ഞാനൊന്ന് PPT ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ PPT ഷെയർ ചെയ്യാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നു ഒന്നൊന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു. ക്രിയകള്, വിഭക്തികള്, തദ്ധിതം, അങ്ങനെയുള്ള വലിയൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കണം. അപ്പൊ ഞാൻ പ്രീവിയസ്ലി വന്നിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യണം. കുട്ടികൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? പറഞ്ഞേ. പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനിന്ന് ലാപ്പിൽ നല്ല ഷെയർ ചെയ്തു, അതുകൊണ്ടാണ് അതിന്റെ ഒരു സംഭവിച്ചതേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാനിതിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് പെഡഗോജി പാർട്ടിൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളാണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഇവിടേക്ക് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ മതി. പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു പോട്ടെ ക്വസ്റ്റ്യൻസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചതാണ്. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പോവാണ് ആക്ച്വലി, കേട്ടോ. ആക്ച്വലി ഇവർ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതൊരു പെഡഗോജി പാർട്ടിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എളുപ്പമാണോ എന്നൊന്ന് പറഞ്ഞു പോയത്. നിങ്ങൾ തന്നെ ആൻസർ പറയണം, ഞാൻ പറഞ്ഞു തരത്തില്ല. കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകൾ പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ്? ജോൺ ഡൂയി, ജോൺ ലോക്ക്, ബ്ലൂംഫീൽഡ്, പോളോ ഫെയർ. എനിബഡി? കുട്ടികൾ ഒഴിഞ്ഞ എന്ന് വെച്ചാലേ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കും. ഒരു കുട്ടികൾ ക്ലാസ് റൂമിന്റെ അകത്തേക്ക് വരുമ്പോൾ അവരുടെ മനസ്സും അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ്? ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ്. അതിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവർ പഠിച്ചെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോൺ ഡൂയി അല്ല, പിന്നെ ആരായിരിക്കും? ജോൺ ലോക്കാണ് കേട്ടോ. ഒന്ന് കുറിച്ച് വെച്ചോണവേ. ജോൺ ലോക്കാണ്. ഇത് പ്രീവിയസ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം ഗ്രാമർ, പക്ക ഗ്രാമർ പോർഷൻ അല്ല. പിന്നെ ഏതാ? ഇത് പെഡഗോജി പാർട്ടാണ്. പറഞ്ഞു മനസ്സിലായേ? അപ്പൊ ഒന്ന് ചോദിച്ചാല് നാമവിശേഷണങ്ങളും ക്രിയാവിശേഷണങ്ങളും ക്രിയയൊക്കെ ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് ചോദിക്കാം. ബഹുവചനങ്ങളൊക്കെ ചോദിക്കാം. ഇതിന്റെ അകത്തുകൂടി ഇത്തരത്തിലുള്ള ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ടോപ്പിക് എടുത്ത് അങ്ങ് പോത്തേ ഉള്ളൂ ഞാൻ. ഓക്കെ, ഇനി നോം ചോംസ്കിയുടെ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തുക. നോം ചോംസ്കി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷാശാസ്ത്രത്തിൽപ്പെട്ട സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട എന്താണ്? സർവഭാഷാ വ്യാകരണമാണോ? ബഹുമുഖ ബുദ്ധിയാണോ? വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലമാണോ? സർവഭാഷാ വ്യാകരണമാണ്. ലാഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒന്ന് പറയാൻ ശ്രമിക്കൂ. ചാർലി ചാപ്ലിൻ എന്ന നടനെ സംബന്ധിച്ച് ഗാർണർ പറയുന്ന ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്ന ഹവാർഡ് ഗാർണറാണ്. ബുദ്ധി സിദ്ധാന്തങ്ങൾ ഏതാണ് മുഖ്യമായി വരുന്നത്? സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഗണിതപരമായ ബുദ്ധി, യുക്തിപരവുമായ ബുദ്ധി, ശാരീരിക ചാലക ബുദ്ധി. ഏതാ കുട്ടികളെ? ശാരീരിക ചാലക ബുദ്ധി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയിപ്പോ ഗ്രാമർ വരുന്നുണ്ട് കേട്ടോ. ചേഷ്ടാവാദം എന്ന് വെച്ചാൽ ബിഹേവിയറിസം ആണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണ്? ചേഷ്ടാവാദവുമായിട്ട് അടുത്ത് നിൽക്കുന്നത് സംവാദാത്മക പഠനമാണോ? ആവർത്തനത്തിലൂടെയുള്ള പഠനം, കണ്ടെത്തൽ, ആവർത്തനത്തിലൂടെയുള്ള പഠനം. ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആവർത്തനത്തിലൂടെ എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന് ആക്ച്വലി നമ്മുടെ തോണ്ടേക്കാണ് അല്ലെ, ആവർത്തിച്ചു പഠിക്കുക. ഇനി ഇവിടെ വരുമ്പോ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇനിയിപ്പം ഗ്രാമർ പോർഷൻ ആണ് കറക്റ്റ് വരുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. വണ്ടി വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചത്. ഈ വാക്യത്തിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വണ്ടി വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചത്. ഈ വാക്യത്തിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ? ക്രിയാവിശേഷണമാണോ,
നാമമാണോ നാമവിശേഷണമാണോ ഒരു പൂർണ്ണമായ ക്രിയയാണോ? പറയാമോ? നിങ്ങൾക്ക് ഗ്രാമർ ഒക്കെ അറിയാവുന്നൊന്ന് നോക്കട്ടെ. നാമവിശേഷണം. നാമവിശേഷണം. അപ്പൊ നാമവിശേഷണം. ഓക്കെ, ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഉത്തരം നാമവിശേഷണം. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഉത്തരം നാമവിശേഷണമാണോ? ക്രിയാവിശേഷണം. മറ്റൊരാള് ക്രിയാവിശേഷണം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, ഏതാ ഉറപ്പിക്കേണ്ട? ക്രിയാവിശേഷണമാണ് കറക്റ്റ് ആൻസർ. കാര്യം ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോക്കാം. കറുത്ത പേന എന്ന് പറയുമ്പോ അത് ഏതാ കുട്ടികളെ? കറുത്ത പേന, ബ്ലാക്ക് പെൻ എന്ന് പറയുമ്പോൾ അത് നാമവിശേഷണമാണോ ക്രിയാവിശേഷണമാണോ? നാമത്തെ അല്ലേ വിശേഷിപ്പിച്ചിരിക്കുന്നത്? അതാണ് കുട്ടികളെ, ഒരു നാമമാണ് പേന എന്ന് പറയുന്നത്. അപ്പൊ ആ നാമത്തെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുമെങ്കിലേ അവിടെ നാമത്തെ. അപ്പൊ നാമത്തെ നമ്മൾ പലത്, ചുവന്ന ബുക്ക്, ഇല്ലെങ്കിൽ ചുവന്ന റോസാപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആ റോസാപ്പൂവിന് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതിനെയാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? വണ്ടി വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണ്, അല്ല? വണ്ടി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു പറയുമ്പോൾ അതൊരു ക്രിയയാണ്. ക്രിയയെ കുറിക്കാൻ, ക്രിയയെ ഇവിടെ വിശേഷിപ്പിക്കുക. വിശേഷം എന്ന് പറയുമ്പോൾ വിശേഷിപ്പിക്കുകയാണ് നമ്മൾ. ക്രിയയെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ വളരെ വളരെ വേഗത്തിലാണെന്ന് പറയുമ്പോൾ ക്രിയയെ, നമ്മൾ ഇവിടുത്തെ ക്രിയ എന്ത് ചെയ്തിരിക്കുകയാണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സോ ദ കറക്റ്റ് ആൻസർ ക്രിയാവിശേഷണമാണ്. അപ്പൊ ക്രിയാവിശേഷണം പഠിക്കുമ്പോൾ നിങ്ങൾ നാമവിശേഷണം കൂടി പഠിച്ചു വെച്ചിരിക്കണം. ഇതിപ്പോ സാധാരണ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്നില്ല. എങ്കിലും ഒറ്റ അടിക്ക് നിങ്ങൾ നാമവിശേഷണം ഒന്നും ഓടി പറയരുത്. നാമത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നാമത്തെയാണ് നാമം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ, സബ്ജക്ട്സുകൾ, നാമങ്ങളാണ്, നൗൺസുകളാണ്. ആ നാമത്തെയാണ് വിശേഷിപ്പിക്കുകയാണെങ്കിൽ നാമം. ഇല്ലാതെ ക്രിയയാണെങ്കിലാണ്, ഇപ്പോൾ വണ്ടി വളരെ വേഗത്തിലാന്ന് വെച്ചാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വളരെ വേഗം, വളരെ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ക്രിയാവിശേഷണം. ഇനി ഞാൻ അധികം സമയം ഇവിടെ ഇതിൽ പഠിപ്പിക്കത്തില്ല കേട്ടോ. നമ്മളൊരു ടോപ്പിക്കിലേക്ക് കടക്കാണ്, നിങ്ങളെ ഇതിലേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളോട് അധ്യാപക പുലർത്തേണ്ടത് ഏത് സമീപനമാണ്? ഭാഷാഭേദങ്ങൾ അംഗീകരിക്കണം, ഭാഷാഭേദങ്ങൾ നിരുത്സാഹപ്പെടുത്തണം, ഭാഷാഭേദങ്ങളെ ഭാഷയുടെ താഴ്ന്ന തലമായി കാണണം. ഏതാ കുട്ടികളെ കറക്റ്റ് ആൻസർ? മാനക ഭാഷ മാത്രം ഉപയോഗിക്കണം. പറയാമോ ആൻസർ? ക്ലാസ്സിൽ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. വിവിധ തരത്തിലുള്ള ഭാഷാഭേദങ്ങൾ ഒരു അധ്യാപിക അംഗീകരിക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ പെഡഗോജിയുടെ അകത്താണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആരെയും കണ്ടു പോകുന്നുണ്ട്? നിങ്ങൾ കണ്ടു. അത് ഗ്രാമർ നന്നായിട്ട് പഠിക്കണം. മലയാളത്തിൽ ഇപ്പോൾ ഈ പ്രാവശ്യം പലപ്പോഴും ജയിച്ച പല കുട്ടികളുടെയും എൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് നന്നായിട്ട് മലയാളം ഗ്രാമർ പഠിച്ചു പോയവരാണ്. അപ്പൊ മലയാളം ഗ്രാമറിന് ഇട്ട് കളഞ്ഞിട്ട് പോവാൻ പറ്റില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ഇന്നിപ്പോ ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തി നമുക്കൊരു പുതിയ ഒരു ഗ്രാമറിലേക്ക് ഇന്നത്തെ കടക്കാം കേട്ടോ. ഞാൻ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത്, കണ്ടെത്തൽ പഠനത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പറയുന്നത് ഏതാണ്? പ്രോജക്റ്റ്, മനമാക്കൽ, പ്രസംഗം, പകർത്തി. കണ്ടെത്തൽ ഡിസ്കവറി ലേണിംഗിന് അനുയോജ്യമായിട്ടുള്ള രീതി ഏതാ? ജെറമിസ് ബ്രൂണർ കൊണ്ടുവന്ന് ഡിസ്കവറി ലേണിംഗിന് അനുയോജ്യം പ്രോജക്റ്റ് ആണ് നമ്മുടെ ക്ലാസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? കഠിനമായ പരീക്ഷണത്തിലൂടെ കടത്തിവിടുക ഇവരെ. സാമൂഹ്യ നൈപുണ്യം, സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക, അക്ഷരജ്ഞാനം ഉറപ്പിക്കുക, എല്ലാവർക്കും ഒരേ പഠന തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ഏതാ കുട്ടികളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, എല്ലാവർക്കും ഒരേ പഠനതന്ത്രങ്ങൾ ഉപയോഗിക്കും. എല്ലാവർക്കും ഒരേ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സാമൂഹ്യ നൈപുണികൾ നേടിക്കൊടുക്കുക ഇവർക്ക്. പിന്നെ സ്വാശ്രയത്വം നേടാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവർക്കും ഉടനെ ഒരേ പഠനതന്ത്രം ക്ലാസ് റൂമിൽ അംഗീകരിച്ചാൽ ഈ കുട്ടികളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രദ്ധിക്ക് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം, അല്ല സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം ഏത് വിദ്യാഭ്യാസ ചിന്തകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈഗോട്സ്കി. ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്, പഠനം സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ്, ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു. ഓപ്ഷൻ ഡി, ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു. ചേഷ്ടാവാദത്തിലല്ലേ കണ്ടത്? ഓക്കെ, ചേഷ്ടാവാദത്തിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഇനി ഇപ്പൊ പിന്നെ അടുത്ത ഗ്രാമർ പോർഷനിലേക്ക് പിന്നും കടന്നു വരികയാണ്. അപ്പൊ ഇന്ന് ഇവിടെ വച്ചിട്ട് ഞാൻ ഗ്രാമറിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഭേദകം എന്ന പദത്തിന്റെ അർത്ഥം, ഭേദകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമറിന്റെ പോർഷൻ ആണ് ഭേദകം. ഭേദകം എന്ന് വെച്ചാൽ എന്താ ആക്ച്വലി കുട്ടികൾ? വിശേഷണമാണോ, താരതമ്യമാണോ, വേർതിരിച്ച് കാണലാണോ, ഭിന്നിപ്പിക്കലാണോ? എന്താണ് കുട്ടികളെ ഈ ഭേദകം? വിശേഷണം. വെരി ഗുഡ്. വിശേഷണത്തെയാണ് ഭേദകം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഭേദകത്തിലേക്ക് കടക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക. നമുക്ക് കടക്കാം. 7 തരത്തിലുള്ള ഭേദകങ്ങളുണ്ട്. ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. ഭേദകം എത്ര തരത്തിലുണ്ട്? എല്ലാരും എഴുതി വെച്ച് പറയുക. 7 തരത്തിലുള്ള ഭേദകങ്ങളുണ്ട്. എത്ര തരത്തില്? 7 തരത്തിലുള്ള ഭേദകങ്ങൾ. ആ 7 തരം ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതി. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു പോകുമ്പോൾ ഇതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ തന്നിരിക്കുന്നതിൽ ഏത് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഭേദകം എന്ന് പറയുമ്പോൾ കുട്ടികളെ, ഈ ഭേദകം എന്ന് വെച്ചാൽ വിശേഷണമാണല്ലോ. ഇതിന്റെ അകത്ത് ആക്ച്വലി ഞാൻ 2 കൂടെ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ഒന്ന് ക്രിയാവിശേഷണവും നാമവിശേഷണം. അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, നാമത്തെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ നാമവിശേഷണം, ക്രിയയാണ് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ക്രിയാവിശേഷണം. അത് ഇതിന്റെ അകത്ത് വരുന്ന ആക്ച്വലി ആണ്. ഇനി നമുക്ക് 7 ഭേദങ്ങളിലേക്ക് കിടക്കാം. ഒന്ന് ശുദ്ധം, സാഖ്യം, വിഭാവകം, പാരിമാണികം, സർവനാമികം. ഓട്ടെ കുട്ടികളെ. അടുത്തത് നാമാങ്കജം, ക്രിയാങ്കജം എന്നിങ്ങനെയുള്ള 7 തരത്തിലുള്ള ഭേദകങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായി? ഏതൊക്കെയാണ് കുട്ടികളെ പറഞ്ഞത്? ശുദ്ധം, സാഖ്യം, വിഭാവകം. ഇത് ആദ്യം തന്നെ പഠിച്ചു വെച്ചോണം കേട്ടോ, കാര്യം ഇല്ലെങ്കിലും തെറ്റിപ്പോവും. ശുദ്ധം, സാഖ്യം, വിഭാവകം, പാരിമാണികം, സർവനാമികം, നാമാങ്കജം, ക്രിയാങ്കജം എന്നിങ്ങനെയുള്ള 7 തരത്തിലുള്ള ഭേദകങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത പോയിന്റ് ആയിട്ട് വെക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഭേദകത്തെ കുറിച്ചാണ് ആക്ച്വലി നമ്മൾ പഠിച്ചത്. ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് എന്തൊക്കെ വരും പെഡഗോജി ഇതൊക്കെയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആക്ച്വലി വളരെ സ്പീഡിന് ചെയ്തു പോകാൻ പറ്റും. പക്ഷെ ഇവിടെ കുറച്ച് പഠിച്ച് തന്നെ പോകണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഭേദകം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം. ഒരു ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ ശുദ്ധം എന്ന് പറഞ്ഞാൽ നാമത്തോട് ചേർന്നുണ്ടാകുന്ന ഭേദകത്തെയാണ് ശുദ്ധം എന്ന് പറയുന്നത്. ഒരു നാമത്തിനോട് ചേർന്നുണ്ടാകുന്ന ചെറുപയർ, ഈ പയറിനെ നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്ന ചെറുപയർ, വൻപയർ. മാനം, മാനം എല്ലാവർക്കും അറിയില്ല, ആകാശം. മാനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ചെമ്മാനം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ശുദ്ധമായ ഭേദകങ്ങളായിരിക്കും. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. പയറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ്? ഉരുളക്കിഴങ്ങ് എന്ന് കാണും. ഉരുളക്കിഴങ്ങ് അത് ശുദ്ധ ഭേദകത്തിന് ഉദാഹരണമാണ്. ചെമ്മാനം, മാനത്തെ നമ്മൾ വിശേഷിപ്പിച്ചത് എന്താണ്? ചെമ്മാനം. ചെറുപയർ, ഉരുളക്കിഴങ്ങ്, പറഞ്ഞ മനസ്സിലാവും. വൻപയർ, ഇതൊക്കെ പറയുന്നതൊക്കെ ശുദ്ധമായ ഭേദകങ്ങളാണ്. മനസ്സിലായ കുട്ടികളെ? ശുദ്ധ ഭേദകം സംശയം ഡൗട്ട് ഉണ്ടോ? ശുദ്ധ ഭേദകത്തെ മനസ്സിലായോ? മനസ്സിലായി മാം. മനസ്സിലായി. ഇനി സംഖ്യമാണ് കേട്ടോ. സംഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യാരൂപത്തിൽ വരുന്ന ഭേദം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഓടി കണ്ടെത്താൻ പറ്റും. ഏതെങ്കിലും സംഖ്യയുമായിട്ട് ബന്ധിച്ച് 1000 കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. 1000 കണ്ണുകൾ എന്ന് പറയുമ്പോൾ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 1000 കണ്ണുകൾ. തെറ്റിപ്പോയില്ലേ? സംഖ്യ എന്ന് പറയുമ്പോൾ ചില കൊച്ചുങ്ങൾ ഡൗട്ട് അടിച്ച് ചോദിക്കും, ടീച്ചറെ ഈ പാരിമാണികത്തിൽ 1 കിലോ അരി അല്ലെ, അപ്പൊ ഒരു സംഖ്യ 1 കിലോ അരി, അത് ഇതും തമ്മിൽ വ്യത്യാസമില്ലേ ടീച്ചർ? എടുത്തു ചോദിക്കും. കുട്ടികളെ, ഈ പാരിമാണികം എന്ന് പറയുമ്പോൾ നമ്മൾ അളവിനെയാണ് വിശേഷിപ്പിക്കുന്നത്, ക്വാണ്ടിറ്റിയാണ്. 1 കിലോ അരി, അപ്പൊ അവിടെ അളവാണ് വരുന്നത്. 1 കിലോ അരി എന്ന് പറയുമ്പോൾ എന്താ? അളവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. സംഖ്യാരൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1000 കണ്ണുകൾ, മുക്കണ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യാരൂപത്തിലാണ് അവിടെ പറഞ്ഞു പോകുന്നത്. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ. സംഖ്യാരൂപത്തിൽ വരുന്ന ഭേദകം സാഖ്യം. ഇനി പാരിമാണികമാണെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഡൗട്ട് അടിക്കുന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. പാരിമാണികമാണെങ്കിൽ അവിടെ പറയേണ്ടത് അളവിനെയാണ്, ക്വാണ്ടിറ്റിയാണ് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് എന്തെന്ന് പറയുന്നത്? പാരിമാണികം. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം സാഖ്യവും കിട്ടി, പാരിമാണികവും കിട്ടി. വിഭാവകം എന്താ കുട്ടികളെ വരുന്നത്? വിഭാവകം ചില പിള്ളേർ തെറ്റി ചോദിക്കും. വിഭാവകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ ആ കുട്ടിയുടെ സൗന്ദര്യം തുടങ്ങിയവ വിശേഷിപ്പിക്കാനാണ്. അത് അങ്ങനെ ആ സ്വഭാവത്തെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ വിശേഷിപ്പിക്കും. ഉദാഹരണം ധീര വനിത. ഇവിടെയാണ് കുട്ടികൾക്ക് ധീര എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവം നല്ല ധീരനായ കുട്ടിയാണ്, അപ്പൊ ധീര വനിത. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോമള രൂപം എന്ന് വെച്ചാൽ കോമളമായ രൂപത്തോട് കൂടിയവൾ. അവളെ സൗന്ദര്യത്തെ കാണിക്കാനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകമില്ലേ മാം? ആയ പ്രത്യേകം
ആയ പ്രത്യയമുണ്ട്. കോമളമായ രൂപം. കോമള രൂപം. എടാ ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഭാവകം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സ്വഭാവത്തെ കാണിക്കാനും സൗന്ദര്യത്തെ കാണിക്കാനും ഉപയോഗിക്കുകയാണെങ്കിൽ വിഭാവകം. ധീരവനിത ഇല്ലേ? അപ്പൊ സൗന്ദര്യത്തെ കാണിക്കാനും പിന്നെ സ്വഭാവം കൂടെ പറഞ്ഞു വെച്ചോണാണെങ്കിൽ അവിടെയാണ് വിഭാവകം. പാരിമാണികം മനസ്സിലായി. ഇനി സർവനാമികം എന്താണ് കുട്ടികളെ? സർവനാമ രൂപത്തിൽ വരുന്നവയാണ് സർവനാമികം. അക്കാലം ഒരു സർവനാമ രൂപത്തിലല്ലേ വരുന്നത്? അക്കാലം, ഇക്കഥ, ഇതൊക്കെ തന്നെ സർവനാമ രൂപത്തിൽ വരുന്നതാണ് സർവനാമികം. അക്കാലം, ഇക്കഥ എന്നൊക്കെ പറയുന്നത് വളരെ ഇതൊക്കെ തന്നെ ഒരു സർവനാമ രൂപത്തിലാണ് വരുന്നതെങ്കിൽ ഇതാണ് സർവനാമികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അപ്പോഴേ നിങ്ങൾ ഉത്തരം ഏതാണ് നിങ്ങൾ പറയത്തുള്ളൂ. ഓക്കെ, ഇനി നാമാങ്കജത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വേറൊന്നുമില്ല, നാമത്തെ ആശ്രയിച്ചു. അത് കറുത്ത കുതിര. ഇവിടുത്തെ നാമം ആരാ? കുതിര അല്ലെ? അപ്പൊ കറുത്ത കുതിര എന്ന് പറയുമ്പോൾ കുതിരയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ എന്ത് പറയുന്നത്? കറുത്ത കുതിര. നാമത്തെ ഇവിടെ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? നാമാങ്കജം നാമത്തെ, കുതിരയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കറുത്ത കുതിര, വെളുത്ത പശു എന്ന് പറയുമ്പോൾ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് നാമാങ്കജം. ഓക്കെ, ദെൻ വരുന്ന ക്രിയാങ്കജം എന്ന് വെച്ചാൽ വേറെ മനസ്സിലായല്ലോ. ക്രിയയെ ആശ്രയിച്ചിരുന്നാൽ വേഗത്തിൽ ഓടി എന്ന് പറയുമ്പോൾ ആരെയാണ്? ഇവിടെ ഒരു ക്രിയയാണ്. ഓടുക എന്ന് പറയുമ്പോൾ ഒരു ക്രിയയാണ്. അപ്പം ആ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. മറ്റേത് കുതിര എന്ന് പറയുമ്പോൾ ഒരു നാമമാണ്, നാമത്തെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പൊ നാമത്തെ ആശ്രയിച്ച് നിന്നാൽ നാമാങ്കജം, ക്രിയയെ ആശ്രയിച്ച് നിന്നാൽ ക്രിയാങ്കജം. സർവനാമ രൂപത്തിൽ വരികയാണെങ്കിൽ അക്കാലം, ഇക്കഥയൊക്കെ വരികയാണെങ്കിൽ അതെന്താണ് വരുന്നത്? സർവനാമികമാണ് വരുന്നത്. പിന്നെ സാഖ്യം എന്ന് പറയുമ്പോൾ സംഖ്യാരൂപത്തിൽ വരുന്നവയാണ് സാഖ്യം എന്ന് പറയുന്നത്. നോക്കൂ കുട്ടികളെ, ഈരേഴ് എന്ന പദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന എന്താണ്? ഈരേഴ് ഏതാ കുട്ടികളെ? ഈരേഴ് എന്ന പദം സാഖ്യം. കാര്യം എന്താ? നമ്മൾ സാഖ്യത്തിൽ എന്താ പറയുന്നത്? സംഖ്യാരൂപത്തിൽ വരികയാണെങ്കിൽ സാഖ്യം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനിയിപ്പോഴേ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ 7 പ്രധാനപ്പെട്ട ഭേദങ്ങൾ എന്താണ്? 7 ഭേദങ്ങൾ നിങ്ങളൊന്ന് പറയാവോ? ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്, പേടിക്കണ്ട. ഒന്ന് പറയാവോ? 7 ഭേദകങ്ങളും ഒന്ന് പറഞ്ഞു തരണം. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും ഒന്ന് പറഞ്ഞു തരണം. ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും മതി കേട്ടോ. ഞാൻ ഒരു കമ്പനി ചെയ്ത് ഒരാളിനെ പേരൊന്നും വിളിക്കുന്നില്ല. നിങ്ങളിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികൾ ഈ 7 ഭേദകത്തെയും അതിന്റെ കുറച്ച് എക്സാമ്പിളുകളും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പറഞ്ഞു. നിങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് ചെക്ക് ചെയ്യണ്ടേ? പറയാമോ? പറഞ്ഞോളൂ. ശുദ്ധം, ചെറുപയർ, ചെമ്മാനം, സാഖ്യം, ആയിരം, ഒന്നാമൻ, മുക്കണ്ണൻ, വിഭാഗം, സ്വഭാവം, സൗന്ദര്യത്തെ കുറിച്ച്, ആയ പ്രത്യയം, പാരിനാമികം അളവിനെ കുറിക്കുന്നത്, സർവനാമികം ഇവിടം, നാമാങ്കജം കറുത്ത കുതിര, കറുത്ത പ്രത്യയം, ക്രിയാങ്കജം തല്ലിക്കൊന്നു. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടത്ത് പറഞ്ഞു പോകത്തുണ്ടല്ലോ അല്ലെ? പറഞ്ഞു പോയി. അവിടം എന്ന പദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഭേദകം എന്താണ്? അവിടം എന്ന പദത്തിൽ ശുദ്ധം, വിഭാവകം, സാഖ്യം, സർവനാമികം. അവിടം നമ്മൾ പറഞ്ഞില്ലേ കുട്ടികൾ? നിങ്ങൾ മിണ്ടാതിരിക്കണം എന്തിനാ? സർവനാമികം എന്ന് പറയുമ്പോൾ സർവനാമ രൂപത്തിൽ അക്കാലം, ഇക്കഥ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ പാരിമാണിക ഭേദകത്തിന് ഉദാഹരണം: സുഖമായി ഉറങ്ങി, തെക്കൻ കാറ്റ്, തളർത്തുന്ന വാദം, 1 കിലോ അരി. പാരിമാണികം ഏതാ? 1 കിലോ അരി. വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. ഇവിടുത്തെ ക്രിയാവിശേഷണം ഏതാണ്? വെളുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു. ഇവിടുത്തെ ക്രിയാവിശേഷം, ഇവിടെ ക്രിയ നമ്മൾ വിശേഷിപ്പിച്ചു ഏതാ? വെളുത്തതാണ്. വേഗത്തിൽ. വെരി ഗുഡ്. ഭംഗിയുള്ള വീട്, അടിവരയിട്ട പദം ഏത് ശബ്ദ വിഭാഗത്തിൽ പെടുന്നു? ഭംഗിയുള്ള ഭേദകമാണോ, ദ്വേതകമാണോ, വാചകമാണോ, വിഭാവകമാണോ? ഭേദകമാണ്. കാര്യം നമ്മൾ പിന്നെ വീടിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ് ഇത്രേ ഉള്ളു കേട്ടോ കൊച്ചുങ്ങളെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യം ഇവിടെ പഠിച്ചു തീർക്കാം. എന്നിട്ട് അടുത്ത ഒരു ചെറിയ ഭാഗത്തിലേക്ക് കടക്കാം. കാര്യം ഭേദകം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഭേദകം നിങ്ങൾ തന്നെ എല്ലാവരും പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും